പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖസായിസ് പഠിച്ചാലാണ് നബി തങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട സംശയം തീരുക എന്നാണ്. ഇതിപ്പോൾ ഒരു കല്യാണത്തിൻ്റെ സദസ്സും കൂടിയാണല്ലോ. ലോകത്തെ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വിവാഹമാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹം. ഇന്നാളിപ്പോൾ ഒരാൾ ചോദിച്ചു, 9 കല്യാണം കഴിച്ചതിൽ, ചോദിച്ചത് 9 അല്ല 61 കല്യാണം കഴിച്ചതിൽ എന്ത് മാതൃകയുള്ളത് എന്നാണ്. അതിങ്ങനെ എണ്ണം കൂട്ടി കൂട്ടി പറഞ്ഞു കൊണ്ടുവരികയാണ്. അങ്ങനെ കുറച്ച് മുമ്പൊക്കെ 20 കല്യാണം എന്ന് പറഞ്ഞിരുന്നു, പിന്നെ 41 കല്യാണം എന്ന് പറഞ്ഞു. ഇപ്പോൾ പുതിയ ലേഖനങ്ങളിലൊക്കെ 62 പെണ്ണെട്ടി എന്നാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 11 കല്യാണം കഴിച്ചിട്ടുണ്ട്. വഫാത്താവുന്ന സമയത്ത് 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. അതിലെന്ത് മാതൃകയാണുള്ളത് എന്നാണ് ചോദ്യം. എന്താ മാതൃക? ചിലപ്പോൾ നമ്മളെ മനസ്സിനോട് ഇങ്ങനെ ചോദിക്കും, എന്താ പേര് മാതൃക? ഒരു മനുഷ്യൻ ശരിയോ തെറ്റോ എന്നതിന് ഭൂമിയിലുള്ള സാക്ഷി അവൻ്റെ ഭാര്യയായിരിക്കും. ഏത് മനുഷ്യനെ സംബന്ധിച്ചും ശരിയോ തെറ്റോ എന്നതിന് ഭൂമിയിലെ അവൻ്റെ സാക്ഷി എന്ന് പറഞ്ഞത് അവൻ്റെ ഭാര്യയാണ്. ആർക്ക് പ്രധാനപ്പെട്ടതാണെങ്കിലും ഭാര്യയ്ക്ക് പ്രധാനപ്പെട്ടതാണോ? മനുഷ്യൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ അതിൻ്റെ അടിയിൽ പേരെഴുതി ഒപ്പിടേണ്ട ആൾ ഓൻ്റെ ഭാര്യയാണ്. ഭാര്യ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ട് 20 കൊല്ലമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. അന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചാണ്, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലെങ്ങനെയായിരുന്നു? ആയിഷ ബിബി മറുപടി പറയാണ്, കാനഫി മിഹ്നത്തി അഹ്ലിഹി. നബി തങ്ങളുടെ സ്വഭാവം എങ്ങനെയെന്ന് ആയിഷ ബിബിയോട് ചോദിച്ചു. നബി തങ്ങൾ വഫാത്തായി 20 കൊല്ലം കഴിഞ്ഞിട്ട് അതിൽ പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ ജീവിതം ശരിയായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് ഭാര്യയാണെങ്കിൽ നബി തങ്ങൾ വഫാത്താവുമ്പോൾ ജീവിച്ചിരിപ്പുള്ള 9 ഭാര്യമാർക്കും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരു നേരിയ അഭിപ്രായ വ്യത്യാസം പോലും ഇല്ല എന്ന് തന്നെയാണ് മുസ്തഫായ നബി തങ്ങളുടെ വിവാഹത്തിലെ മാതൃക. നമ്മളെ പറ്റി ആലോചിക്കുക, നമ്മളെ പെണ്ണേക്ക് നമ്മളെ പറ്റിയിട്ട് എന്തായിക്കാര അഭിപ്രായം എന്ന്. ഓരോരുത്തരും അവനാനെ പറ്റിയ അഭിപ്രായം. നമുക്ക് മിക്കവാറും ആൾക്കാർക്ക് ഓരോന്നാളും ഉണ്ടാകുക. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കി, 2 ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, 4 ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. 9 ആൾക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായിരുന്നു എന്നതിന് ഭൂമിയിൽ 9 സാക്ഷികളെ അവശേഷിപ്പിച്ചാണ് കടന്നു പോകുന്നത്. 20 കൊല്ലം കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോഴും സൂപ്പർ എന്നാ മറുപടി. അതന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹത്തിൻ്റെ പിന്നിലെ രഹസ്യവും. ഞാൻ പറയാൻ കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാര്യമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഫേസ്ബുക്കിലൊക്കെ പുതിയൊരു ചോദ്യം വരുന്നുണ്ട്. എന്താ ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹദീസിൽ ഇങ്ങനെ ഉണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചു. അപ്പം നബി തങ്ങൾ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 9 കല്യാണം കഴിക്കാനും പറ്റും, ബാക്കിയുള്ളവർക്ക് 4 അനുവദിച്ചിട്ട് പോലും മോളെ കെട്ടിയ ഭർത്താവ് മരുവാന് അലി ഒരു പെണ്ണിട്ടെ എന്ന് ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ല. സ്വന്തം കാര്യത്തിൽ 9 വരെ പോകാമെന്നും മോളെ കെട്ടിയ മരുവൻ്റെ കാര്യത്തിൽ 2ാമത്തെ പോലും സമ്മതിച്ചില്ല എന്നുമാണ് പുതിയ വിവാദം. ഏത് വിവാദം കേട്ടാലും നമുക്ക് ഒരു ഹദീസിലാണ് വിവാദമെങ്കിൽ ആദ്യം ചെയ്യേണ്ട പരിപാടി ഈ ഹദീസ് എവിടെ ഉള്ളത്, അതിൻ്റെ പൂർണ്ണമായ രൂപം എന്താണ് എന്നതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഈ ഹദീസ് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടായിരിക്കെ 2ാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിൻ്റെ മറുപടിയിൽ അതിൻ്റെ കാരണമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകളെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ശത്രുവിൻ്റെ മകളെയും ഒരുമിച്ച് കൂട്ടൽ ശരിയല്ല എന്നാണ് മറുപടി പറഞ്ഞത്. കാരണം കല്യാണം ആലോചിച്ചിരുന്നത് അബൂജാഹിലിൻ്റെ മകളായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. 2ാമത്തെ കല്യാണം കഴിക്കരുത് നല്ല വിഷയം, 2ാമത് കഴിക്കാൻ പോണത് അബൂജാഹിലിൻ്റെ മകളെയാണ് എന്നുള്ളതാണ് പ്രശ്നം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകളെയും അള്ളാഹുവിൻ്റെ ശത്രുവിൻ്റെ മകളെയും ഒരു വിരിപ്പിൽ ഒരുമിച്ച് കൂട്ടരുതേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ശരിയായിരുന്നു എന്നതിൻ്റെ സാക്ഷിയാണ് 9 ഭാര്യമാർ എന്ന് പറയുന്നത്. അവർ മനുഷ്യൻ്റെ വാചകങ്ങൾക്ക് ശക്തി കിട്ടാൻ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവണം. ഇതെന്തേ പറയാൻ കാരണം വെച്ചാൽ ഖസായിസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിച്ചാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട സംശയം തീർന്നു പോകുക. നമുക്ക് ആകെ അറിയണത് ഇപ്പം നമ്മുടെ ഒരാൾ എല്ലാവരും 4 പെണ്ണ് നബി തങ്ങൾ 9 ഭാര്യമാരുമാണ്, എന്താ അതിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചാൽ നമ്മളതിന് ഒറ്റയടിക്ക് മറുപടി പറയും അത് നബി തങ്ങളുടെ പ്രത്യേകതയാണ് എന്ന് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാഭാവികമായിട്ടും ചോദിച്ചോൻ്റെയും കേട്ടോൻ്റെയും ഉത്തരം പറഞ്ഞോൻ്റെയും ഉത്തരം കേട്ടോൻ്റെയും മനസ്സിലുണ്ടാവും വല്ലാത്തൊരു പ്രത്യേകതയായി പോയല്ലത് എന്ന്. കാരണം ഈ പെണ്ണിട്ടുന്ന കാര്യത്തിൽ സത്യത്തിൽ അത് തീർന്നു പോകണമെങ്കിൽ നബി തങ്ങളുടെ എല്ലാ ഹസായിസും പഠിക്കണം സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അത് പഠിച്ചാലേ തീർന്നു പോകുള്ളൂ. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് നബി തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമായിരുന്നു. മുത്തുനബിക്ക് വേറെയും ധാരാളം പ്രത്യേകതയുണ്ട്. വിവാഹം അനുവദിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, നബി തങ്ങൾക്ക് ത്വലാഖ് ഹറാമാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ത്വലാഖ് അബ്ഗദുൽ ഹലാലാണെങ്കിലും ഹലാലാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ത്വലാഖ് ഹറാമാക്കിയിട്ടുണ്ട്. വിജയസാധ്യതയില്ലെങ്കിൽ നമുക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാം. വിജയസാധ്യതയില്ലെങ്കിലും നബി തങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. ഉഹുദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ബാക്കിലേക്ക് പോയപ്പോൾ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുതിരപ്പുറത്തേക്ക് ചാടിക്കയറി മുന്നോട്ട് പോയതിൻ്റെ രഹസ്യം മുസ്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല എന്നതാണ്. നമ്മൾ മരിച്ചാൽ നമുക്ക് എന്തേലും വല്ല 10 സെൻറ്റ് സ്ഥലം ബാക്കിയുണ്ടെങ്കിലും മക്കൾക്ക് ഓഹരി ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ബാക്കിയുണ്ടായിരുന്ന മുതൽ ബൈത്തുൽ മാലിലേക്ക് എടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തങ്ങളുടെ സ്വത്തിൽ അനന്തരമില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാക്കിയുള്ള മുതൽ മകളായ ഫാത്തിമക്ക് അനന്തരെടുക്കാൻ പാടില്ല. അത് പൊതുസ്വത്താണ്, ബൈത്തുൽ മാലിലേക്ക് അടക്കേണ്ടതാണ്. ഇങ്ങനെ ഖസായിസുൻ നബി മുഴുവൻ പഠിച്ചാൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് നമ്മളെ കൽബന്നെ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വിഷയം ഇവിടെയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു ഫർദ് നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാക്കി. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല. വഹയിൻ്റെ 3-ാം ഘട്ടമാണത്. ആദ്യം ഇറങ്ങണത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. രണ്ടാമത് ഇറങ്ങണത് യാ അയ്യുഹൽ മുദ്ദസ്സിർ. മൂന്നാമത് ഇറങ്ങുന്നത് യാ അയ്യുഹൽ മുസമ്മിൽ. അതിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. 2 കാര്യം പറഞ്ഞു. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖവമു ഖീല. വാചകങ്ങൾക്ക് ശക്തി നൽകുന്ന 2 പ്രവർത്തനങ്ങളാണ്. ഒന്ന് തഹജ്ജുദ് നിസ്കാരവും മറ്റൊന്ന് ഖുർആൻ പാരായണവും. ഇത് 2ഉം മൊല്ലാക്കാക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മൊല്ലാക്ക പള്ളിക്കെന്നിറങ്ങുമ്പോത്തിന് പീഡിയക്കൊലയുമേ നീ ചെന്നിരുന്നതിൻ്റെ കാരണം നമ്മുടെ യോഗ്യത നമുക്കുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ യോഗ്യന്മാരായി മാറുക. അതുകൊണ്ട് അധികാരത്തിൻ്റെ യോഗ്യതകളെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്.